സോലൈസിലൊക്കെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ നമ്മുടെ ഒപ്റ്റിമൈസേഷനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കറിയാം ഫ്രീ ഫയർ ലോബി 54 അപ്ഡേറ്റ് വന്നതിന് ശേഷം മിഡ് റേഞ്ച് ഫോണിന് ഇപ്പോൾ ലാഗ് തുടങ്ങിയിട്ടുണ്ട്. ആ സ്ഥാനത്ത് നിങ്ങൾ BGMI എടുത്ത് കളിക്കുകയാണെങ്കിൽ അതിനകത്തില്ല ലാഗ്, അതിനകത്ത് 90 FPS ഒക്കെ സുഖമായിട്ട് കിട്ടും. ഇതിനകത്ത് ഈ ഹൈ എൻഡ് ഡിവൈസുള്ള എനിക്ക് വരെ ലാഗ് അടിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം നമ്മുടെ ഫ്രീ ഫയറിൻ്റെ അവസ്ഥ. അപ്പം നമുക്കിപ്പോൾ ഇനി ചെയ്യാനുള്ള ഇനി നമുക്ക് എന്ത് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ പറയുന്ന രീതിക്ക് നിങ്ങൾ നിങ്ങളുടെ ഒപ്റ്റിമൈസേഷൻ സെറ്റിങ്സ് ഒക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലാഗ് പ്രശ്നമൊക്കെ അത്യാവശ്യം ഒരു മീഡിയം രീതിക്ക് സോൾവ് ആയി കിട്ടും. അപ്പം ഞാൻ വെറുതെ കാര്യം പറഞ്ഞ് സമയം കളയുന്നില്ല, നേരെ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റോറേജ് ആണ്. അത് കുറേ ആൾക്കാർ ഇങ്ങനെ ചുമ്മാ അങ്ങ് വിടും, ആ സ്റ്റോറേജ് അല്ലേ, സ്റ്റോറേജ് ഫുള്ളായി കിടന്നാൽ എന്തോ കുഴപ്പം, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ, നിങ്ങൾ ഈ സ്റ്റോറേജ് ഒക്കെ ഒന്ന് മാക്സിമം ഒരു 50-60% ആക്കി വയ്ക്കാൻ നോക്കുക. അതിൽ കൂടുതൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലാഗായിരിക്കും. ഈ ലാഗിന് മെയിൻ വിഷയം ഈ സ്റ്റോറേജാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സംഭവം ശ്രദ്ധിക്കുക. പിന്നെ വേറെ ആൾക്കാർ ചെയ്യുന്നൊരു ഇച്ചിരി പ്രത്യേകതരം സംഭവങ്ങളുണ്ട്. DPI കൂട്ടുക. നമ്മുടെ GTA Mouse Proയിൽ ഇത്ര നമുക്ക് 1000-2000 കണ്ട സെൻസിറ്റിവിറ്റി കൂട്ടാക്കും അതിനകത്ത്. അപ്പോഴാണ് കുറേ ഒരു DPI കൂടെ കൂട്ടുന്നത്. DPI കൂട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാം, DPI യൂസ് ചെയ്യുന്ന നമ്മുടെ ഫോൺ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫോണിന് നല്ല ഡാമേജ് വരുത്തി ഈ ഒരു സംഭവം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് ഓവർ ലോഡാവും, ഓവർ പ്രഷർ ആവും. പിന്നെ നിങ്ങളുടെ മിഡ് റേഞ്ച് ആണെങ്കിൽ ലോ എൻ്റെ ആണെങ്കിൽ ഒന്നും പറയണ്ട, ഡെഡെന്നങ്ങ് വിചാരിച്ചാൽ മതി. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കുറേ ആൾക്കാർ ഇങ്ങനെ DPI കൂട്ടിയിട്ടിട്ട് ഭയങ്കര സ്മൂത്താന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ട്. എനിക്കൊറ്റ കാര്യം പറയാം, നിങ്ങൾ DPI ഇട്ട് കളിക്കുക, നിങ്ങൾ കൈ കൊണ്ട് കളിക്കുകയാണെങ്കിൽ DPI കൂട്ടിക്കോ, വലിയ സീനില്ല. അത് നിങ്ങൾക്ക് ഹെഡ് കയറാനും കൊണ്ട് സഹായിക്കും DPI. ഓക്കെ, ശരിയാണ്. GTA Mouse Proയിൽ എന്തിനാണ് DPI വെച്ച് കളിക്കുന്നത്? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. ഓക്കെ, അപ്പം മാക്സിമം DPI ഒഴിവാക്കുക. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ഫയർ സെറ്റിങ്സ്, അതായത് ഫ്രീ ഫയറിൻ്റെ ഗ്രാഫിക്സ് സെറ്റിങ്. കുറേ ആൾക്കാരുണ്ട് മിഡ് റേഞ്ചൊക്കെയാണ് നമ്മൾ സ്റ്റാൻഡേർഡും അൾട്രയൊക്കെ ഇട്ട് കളിക്കുന്നത്. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക. ഞാൻ സ്മൂത്തിൽ സ്റ്റാൻഡേർഡിലാണ് കളിക്കുന്നത്. ഹൈ ഡിവൈസ് അതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ലാഗ് അടിക്കും. ഇടയ്ക്കൊക്കെ വെറുതെ അങ്ങ് ഫ്രെയിം ഡ്രോപ്പ് ആകും. ആ ഒരു രീതിക്കുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ ഗരീനെക്കാരും ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോക്ക് സ്ട്രൈക്ക് അടിക്കുന്നത് പോട്ടെ. അപ്പം ആ ഒരു സംഭവം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത കാര്യമാണ്, നമ്മുടെ GTA Mouse Proയിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ മൗസ് പോളിംഗ് റേറ്റ് എന്ന് പറയുന്നത് സംഭവമുണ്ട്. അത് കുറേ ആൾക്കാർ നോ ലിമിറ്റും 500 Hz ഒക്കെ ആക്കിയോ പിന്നെയും കുഴപ്പമില്ല. നിങ്ങളൊരു ഹൈ റേഞ്ചൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 500 Hz ഒക്കെ ആക്കിയിട്ടോ. മിഡ് റേഞ്ചൊക്കെ ആണെങ്കിൽ 250 ആ ഒരു റേഞ്ചിൽ നിൽക്കണം. കുറേ ആൾക്കാർ നോ ലിമിറ്റ്, അതെന്താ സംഭവം എന്ന് ചിലർക്ക് അറിയത്തില്ല, ചിലവർ ഇഷ്ടമുള്ളതെങ്കിൽ ഇടും. അപ്പോൾ ഈ ഒരു സംഭവം പോളിംഗ് റേറ്റ് ഒരു മെയിനായിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഹെഡ് ഷോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ഓരോന്ന് ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആദ്യം 125 ഇടുക, ഇട്ട് ഡയറക്റ്റ് പോയി കളിക്കല്, അത് ഇടുക. പിന്നെ ഗെയിമിൽ നിന്ന് ബാക്ക് ഇറങ്ങി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഗെയിമും പിന്നെ GTA Mouse Proയും റിമൂവ് ചെയ്ത് കളയുക, എന്നിട്ട് ഒന്നേന്ന് കയറുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്തെടുക്കാം. എൻ്റെ ഞാൻ 250 വെച്ചിരിക്കുന്നത്. 500 നോ ലിമിറ്റ്. ഇപ്പം GTA Mouse Pro 3 ആയതുകൊണ്ട് നോ ലിമിറ്റ് താങ്ങും, എന്നാലും ഞാൻ നോ ലിമിറ്റ് വെക്കുന്നില്ല. എൻ്റെ ലോ എൻഡ് മൗസാണ്. പിന്നെ വേറൊരു സംഭവം, നിങ്ങളുടെ ഗെയിമിലെ സെൻസിറ്റിവിറ്റി ഫുള്ള് 0 ആക്കിയിടുക. പിന്നെ നമ്മുടെ മൗസിൻ്റെ DPI നമുക്ക് ഇച്ചിരി കൂടെ കുറയ്ക്കാം. എൻ്റെ ഇപ്പം 120 കൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്കത് ഇച്ചിരി കൂടെ കുറച്ച് 800 ആക്കും സോഫ്റ്റ്വെയർ വഴി. അതെന്തരോ ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. നമുക്ക് PC ഒക്കെ വേണം, നമ്മളെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഏറ്റവും ലോ വേണ്ടത് 120 അങ്ങാണ്ടാന്ന് തോന്നുന്നു. 1200 തോന്നുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം ശ്രദ്ധിക്കാം. മൗസിൻ്റെ DPI മാക്സിമം കുറച്ചിടുക. പിന്നെ നിങ്ങളെ GTA Mouse Proയുടെ സെൻസിങ് കൂടെ കുറച്ചിടുക. നിങ്ങൾക്കിവിടെ കുറയ്ക്കാം, കൂട്ടാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. അതിൽ ആ സെൻസിറ്റിവിറ്റി വരുത്തിയെന്ന് പറഞ്ഞ് വലിയതായിട്ട് ഇതൊന്നും വരാൻ പോണില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു സംഭവം ശ്രദ്ധിക്കുക. പിന്നെ കുറേ ആൾക്കാരുണ്ട് എന്നെ പോലത്തെ ആൾക്കാർ, ഗ്ലൂ വാൾ ഇടാൻ അറിയത്തില്ല. എനിക്കും അറിയത്തില്ലായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ F ഞെക്കുമ്പോൾ തന്നെ മാക്രോ ഉള്ളതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ചാവുമായിരുന്നു. ഈ മാക്രോ പിന്നെ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, റീകോയിൽ കൺട്രോൾ, അതൊക്കെ നിങ്ങളൊരു പുതിയ ആൾക്കാരാണെങ്കിൽ കുറച്ച് ആൾ യൂസ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പാട് മനസ്സിലാവും. ഞാൻ ഇപ്പോൾ കുറേ പാട് പെട്ടിട്ടുണ്ട്.
അപ്പം നിങ്ങൾ ആ മാക്രോ ഒക്കെ മാക്സിമം ഒഴിവാക്കുക. കാരണം മാക്രോ ലോ ആൻഡ് ബേസ് ആണെങ്കിൽ മാക്രോ ഒക്കെ കുത്തിക്കയറ്റി ഇട്ട് കഴിഞ്ഞാൽ മൊത്തവും കൂടെ ലാഗ് അടിച്ച് ഇല്ലാണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം കൂടെ ശ്രദ്ധിക്കുക. മാക്സിമം മാക്രോ, പിന്നെ നമ്മുടെ ഫ്ലോട്ടിംഗ് ബോൾ ഉണ്ടല്ലോ, ഒരു മഞ്ഞ സംഭവമാണ്, അതൊന്നും യൂസ് ചെയ്യില്ല. പിന്നെ റീകോയിൽ കൺട്രോൾ വേണമെങ്കിൽ യൂസ് ചെയ്തോ, അത് ഹെഡൊക്കെ നല്ലോണം കയറും കേട്ടോ. റീകോയിൽ നല്ല അത്യാവശ്യം സെറ്റാക്കാൻ സഹായിക്കുന്ന സാധനമാണ്. നിങ്ങളൊരു പുതിയ ആളാണെങ്കിൽ യൂസ് ചെയ്തോ. ഓക്കെ, പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഞാനൊരു പുതിയ സെൻസി ഇറക്കിയിട്ടുണ്ട്. ഇതൊരു നോർമൽ സെൻസിയാണ്, ഹൈ എൻഡ് സെൻസി അല്ല. ഓക്കെ, ഇത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ ഒരു സെൻസി വാങ്ങിക്കാം. അഥവാ നിങ്ങൾക്ക് അത്യാവശ്യം കളിക്കാൻ അറിയാമെങ്കിൽ ഇത് വാങ്ങിക്കണ്ട, എനിക്ക് അത്ര പറയുള്ളൂ. വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഉപയോഗമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ ഒരു സംഭവം പെയ്ഡ് സെൻസി വാങ്ങാവുന്നതാണ്. എൻ്റെ വാട്സാപ്പിൽ ഒന്ന് DM ചെയ്താൽ മതി, നമുക്ക് സെറ്റാക്കാം. പിന്നെ ലോ ആൻഡ് ബേസ് ആയിട്ട് മാക്സിമം GGMOS Pro 2 യൂസ് ചെയ്യാൻ നോക്കുക. GGMOS Pro 3 ഭയങ്കര ലാഗ് ആയതുകൊണ്ട് GGMOS Pro 2 നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഞാൻ ഈ ദിവസം ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും വീഡിയോ ഇടും. എക്സാമൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ പോകുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിരിക്കും. പിന്നെ കാണാം.